الرجيم بسم الله الرحمن الرحيم الحاقة ما الحاقة وما أدراك ما الحاقة كذبت ثمود وعاد بالقارعة فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر عاتية. ചില CCTV ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ അപകടം നടന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അപകടത്തിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ്. മീനാക്ഷി പാലത്തിന്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുമ്പോൾ മണ്ണ് ഒലിച്ചു വരുന്ന സമയത്തുള്ള ദൃശ്യങ്ങളാണ്. അവിടെ ആളുകൾ ഓടുന്നത് കാണാം. വലിയ രീതിയിൽ മണ്ണ് ഒലിച്ചു വരുന്നതും പ്രേക്ഷകർക്ക് കാണാം. ഒരു ടാങ്കർ അടക്കം അവിടെ നിന്ന് നീങ്ങി വരുന്നതും പ്രേക്ഷകർക്ക് കാണാം. റോഡിൽ പാർക്ക് ചെയ്ത ടാങ്കർ അടക്കം ഒരു ജീപ്പ്, അതേപോലെ അവിടെ ഉണ്ടായിരുന്ന ബൈക്കുകൾ, ഇതെല്ലാം നീങ്ങി പോരുന്നത് കാണാം. അത്രമേൽ ശക്തിയോട് കൂടിയാണ് മുകളിൽ നിന്ന് തന്നെ മണ്ണ് ഒലിച്ചു വന്നത്. മുകളിൽ നിന്ന് മലയുടെ ഒരു ഭാഗം അടർന്ന് നേരത്തെ പറഞ്ഞ ഈ ഷോർട്ട് കോൺക്രീറ്റ് സ്ട്രക്ചറിന്റെ ആ ഭാഗം ചെയ്തിരുന്ന ഭാഗം അത് ദുർബലമായിരുന്നു. ആ ഭാഗം പൂർണ്ണമായും ഇളകി അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണടക്കമാണ് ഈ മീനാക്ഷി പാലത്തിലേക്ക് മേപ്പാടി ചൂരൽമല റോഡിലേക്ക് വന്ന് വീഴുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ നീക്കിയിട്ടിരുന്ന ഒരു ടാങ്ക് എത്ര ദൂരമാണ് വരുന്നത് നോക്കൂ. ഒരു 10 മീറ്റർ ആ ടാങ്ക് റോഡിലൂടെ നിറങ്ങി വരുന്നതും പ്രേക്ഷകർക്ക് കാണാം. അത്രമേൽ ശക്തിയോട് കൂടിയാണ് അവിടെ മുകളിൽ നിന്നുള്ള മണ്ണ് ഇടിഞ്ഞു വീഴുന്നത്. അവിടെ ആളുകളിൽ പലരും ആ സമയത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. നിലവിൽ 8 മുതൽ 18 വരെ കാണാനില്ല എന്ന് പറയുന്നു. 7 പേരെ 7 ഉദ്യോഗസ്ഥരടക്കമാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് എന്നുള്ള വിവരമാണ് വരുന്നത്. ഇത് അപകടത്തിന് തൊട്ടുമുമ്പുള്ള CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് അവിടെയുള്ള ഈ ഗ്രീൻ ലാക്സ് ഹോട്ടലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മീനാക്ഷി പാലത്തിന്റെ തൊട്ടപ്പുറത്ത് നിന്നും ഈ മണ്ണിടിഞ്ഞ് ആ പാലത്തിലൂടെ എങ്ങനെയാണ് ആ വാഹനം വരുന്നത് എന്നത് പ്രേക്ഷകർക്ക് കാണാം. ഇങ്ങനെ ഈ സമയത്ത് മണ്ണിടിഞ്ഞു വരുമ്പോഴാണ് അവിടെ പാർക്ക് ചെയ്തിരുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ക്രമീകരിച്ചിരുന്ന ബസ് ആ മീനാക്ഷി പാലത്തിൽ നിന്ന് താഴെ മീനാക്ഷി പുഴയിലേക്ക് വീണു പോകുന്നതും അത് താഴേക്ക് വീഴുന്നതും. ആ ഹോട്ടലിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഈ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന സമയത്താണ് അപകടം നടക്കുന്നത്. അവിടെ നോക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് കാണാം ആ പാലത്തിനും അപ്പുറത്താണ് ആ ലോറി ടാങ്കർ കിടക്കുന്നത്. മുകളിൽ നിന്ന് മലയിടിഞ്ഞു വീഴുന്നത് കണ്ട്, മണ്ണിടിഞ്ഞു വരുന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വളരെ വേഗം കാണാം. പക്ഷെ ആ സമയമാകുമ്പോഴേക്കും അവിടെ നിർത്തിയിട്ടിരുന്ന ടാങ്ക് ലോറി ആ ശക്തമായ വെള്ളത്തിന്റെയും മണ്ണിന്റെയും തള്ളിച്ചയിൽ ഈ റോഡിലേക്ക് തിരികെ വരുന്നതും പ്രേക്ഷകർക്ക് കാണാം. പൊതുമരാമത്ത് സെക്രട്ടറി അദീല അബ്ദുള്ളയുടെ പ്രതികരണം ഒന്ന് കേട്ട ശേഷം വരാം. മഴക്കാലത്തിന് മുമ്പ് തന്നെ. അതുകൊണ്ട് ഇനി ആ മണ്ണ് എടുപ്പിക്കാൻ നിന്നിരുന്നെങ്കിൽ ആ എടുപ്പിക്കുന്ന പണിക്കാരും കൂടെ അതിൻ്റെ ഉള്ളിൽ പെട്ടേനെ. അതുകൊണ്ട് ഞങ്ങൾ സിഐയുടെ ഓഫീസേഴ്സും എൻവയോൺമെന്റൽ ഓഫീസേഴ്സും ആയിട്ടാണ് പോയത്. വലിയ ടീമാണ് പോയത്. സിഐയുടെ എഞ്ചിനീയേഴ്സും പറഞ്ഞത് ഇനി ആ മണ്ണ് തൊടണ്ട, പകരം അവിടെ ഏരിയയിലുള്ള ആൾക്കാരും അതിന്റെ താഴ്ഭാഗത്ത് മീനാക്ഷി പുഴയുടെ അടുത്തുനിന്നുള്ള വീട്ടുകാരെയും കൂടെ ആവശ്യമുണ്ടെങ്കിൽ മാറ്റിപ്പാർപ്പിക്കണം, ചെലവ് മുഴുവൻ എടുപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശം കൊടുത്തു. അദീല അബ്ദുള്ളയുടെ പ്രതികരണം മന്ത്രി പറഞ്ഞതിൽ അല്പം വ്യത്യാസമുണ്ട്. മണ്ണ് നേരത്തെ എടുക്കാൻ പറഞ്ഞാണ് എടുത്തില്ല. പിന്നെ ഇപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ അപകടമാകുന്നുണ്ട്. അത് അതിലേക്ക് നീങ്ങിയില്ല എന്നുകൂടിയാണ് അദീല അബ്ദുള്ള പറഞ്ഞിരിക്കുന്നത്. उधर किधर जाता है? हम इस पे नहीं जाएगा क्या? ये तो बड़ा बाप का है, हम उस पे जाएगा.
City Gold, Golden Diamonds. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.